എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ കഴിഞ്ഞ ലാംഡ ഫംഗ്ഷൻ എങ്ങനെ ഗൂഗിൾ ഷീറ്റിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിശദീകരിച്ച വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ വീഡിയോയിൽ ലാംഡ വിത്ത് റെഡ്യൂസ് ഫംഗ്ഷൻ, ബൈക്കോൾ, ബൈറോ ഫംഗ്ഷൻ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് റെഡ്യൂസ് ഫംഗ്ഷൻ എന്നാണ് നോക്കാം. ഈ റെഡ്യൂസ് ഫംഗ്ഷനിൽ ഇവിടെ ഒരു ഡാറ്റാബേസ് കണ്ടല്ലോ, റെഡ്യൂസ് ഫംഗ്ഷൻ വിത്ത് ലാംഡ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡാറ്റ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതെങ്ങനെയൊന്ന് സം ചെയ്യുന്നത് റെഡ്യൂസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എന്ന് നോക്കാം. ഇവിടെ ഈക്വൽ ടു റെഡ്യൂസ് REDUC, നമ്മളെ ഫോർമുല ഇവിടെ വന്നിട്ടുണ്ട്. ടൈപ്പ് കീ പ്രസ് ചെയ്യുന്നു. ഇനിഷ്യൽ വാല്യൂ അറേ ഓർ റേഞ്ച് ലാംഡ, ഇതാണ് ഈ റെഡ്യൂസ് എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ്. ഈ റെഡ്യൂസ് എന്ന ഫംഗ്ഷൻ നേരത്തെ നമ്മൾ മാക് ഫംഗ്ഷനൊക്കെ കണ്ടതുപോലെ ലാംഡയുടെ ഒരു ഹെൽപ്പർ ഫംഗ്ഷനാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂ ഞാനിവിടെ 0 കൊടുക്കുന്നു. എന്തിനാണ് 0 കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0, ഇനി നമുക്ക് അറേ ഓർ റേഞ്ച്, ഞാൻ ഈ ഒരു റേഞ്ച് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, കോമ. ഇനി നമ്മൾ അടുത്തത് ഇവിടെ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നോക്കിയാൽ ലാംഡയാണ് ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഈക്വൽ ടു ലാംഡ ഇനി വരുന്ന ആർഗ്യുമെൻറ്റ്സ്, അതായത് ഇവിടെ കാണുന്ന എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ലാംഡയുടെ x+1 എന്നുള്ള ഈ ഒരു കാൽക്കുലേഷൻ. ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് റെഫർ ചെയ്തിട്ട് വന്നാൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടിട്ട് വരിക. ഇവിടെ ലാംഡയ്ക്ക് ഞാൻ എക്സ്പ്രഷൻ A കൊടുക്കുന്നു, B കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും കോമ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ A എന്ന വേരിയബിളും B എന്ന വേരിയബിളിനും നമ്മളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഈ AB എന്നത് ചെയ്തു വരുന്നത്? A+B ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ എൻ്റയർ വാല്യൂ സം ചെയ്ത് വെച്ചിട്ടുണ്ട്. 56 എന്ന് ഇത്രയും വാല്യൂവിൻ്റെ സം വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടേക്ക് വേറെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഈക്വൽ ടു റെഡ്യൂസ് 0, ഇനിഷ്യൽ വാല്യൂ ആണ് 0 കൊടുത്തത്. അറേ ഓർ റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഈ എൻ്റെ അറേ കൊടുക്കുന്നു, ലാംഡ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാംഡ ഇവിടെ ഞാൻ A, B, A+B. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഈ അറേ ടോട്ടൽ വാല്യൂ കിട്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സ് നോക്കുമ്പോൾ ഇനിഷ്യൽ വാല്യൂ അറേ ഓർ റേഞ്ച് ലാംഡ. ഇതിൻ്റെ ഈ ഇനിഷ്യൽ വാല്യൂവിൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെയും കാണാം. ഇവിടെ ഈക്വൽ ടു റെഡ്യൂസ് ഇനിഷ്യൽ വാല്യൂ 0, അറേ ഓർ റേഞ്ച് ഞാൻ ഈ ഒരു റേഞ്ച് കൊടുക്കുന്നു, ലാംഡ A, B, A into B. ഓക്കെ, ഞാനിത് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണ്, എൻ്റർ. ഇവിടെ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 0 ആണ്. കാരണം നമ്മൾ ഇനീഷ്യലായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്നത് 0 ആണ്. അപ്പോൾ എന്താണ് ഇതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇനീഷ്യൽ വാല്യൂ എന്നത് നമ്മൾക്ക് ഒരു സെൽ വാല്യൂ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 0യ്ക്ക് പകരം ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ റേഞ്ചിലെ ആദ്യത്തെ വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതാണ് റേഞ്ചായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്? ഈ 1 എന്നതല്ല, ഈ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതെന്താണ് നമുക്ക് എക്സാമ്പിൾ മനസ്സിലാവാം. ഈ 2 to 6 എൻ്റർ. ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ
മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ മറ്റൊരു സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ E1 ഇത് ഇൻറ്റു ഇത്, സെക്കൻഡ് സെല്ല്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇത് ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ വാല്യൂ ആണ് ഇത്. ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാം E6 വരെയാണ് നമ്മൾ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഈ E2 പകരം നമ്മൾ ഇതുകൂടി ഉൾപ്പെടുത്തി ആണ് ഫോർമുല അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് പറ്റുക, എന്താണ് അതിൻ്റെ സാധ്യതകൾ എന്ന് മനസ്സിലാക്കാം. E2 ഞാൻ വീണ്ടും ബാക്ക് സ്പേസ് കൊടുത്ത് E1 ആക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ഒരു വാല്യൂവിൻ്റെ ആദ്യം കിട്ടിയ വാല്യൂ ഇതാണ്, ഇതിൻ്റെ നേരെ ഡബിൾ, അതായത് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം, ഈക്വൽ ടു ഇത് ഇൻറ്റു 2 കണ്ടല്ലോ. ഈ ഒരു ആൻസറിനെ വീണ്ടും 2 കൊണ്ട്, അതായത് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ എപ്പോഴും ഒരു എറർ വരാനുള്ള ഒരു എറർ ചാൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇനിഷ്യൽ വാല്യൂ ഈ ഒരു സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങേണ്ടത് തൊട്ടടുത്ത സെല്ലാണ് റേഞ്ച് ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. സെയിം സെല്ലിൽ നിന്ന് തുടങ്ങരുത്. ഇവിടെയും ഇതേ ഇഷ്യൂ വരും. നമ്മൾ പ്ലസ് ചെയ്യുമ്പോഴും നമുക്കൊന്ന് നോക്കാം. ഈക്വൽ ടു റെഡ്യൂസ് ഞാനിവിടെ ഇനിഷ്യൽ വാല്യൂ ഇത് കൊടുക്കുന്നു, കോമ ഞാൻ റേഞ്ച് സെയിം റേഞ്ചിൽ നിന്ന് തുടങ്ങുന്നു, കോമ ലാംഡ സ്റ്റാർട്ട് ചെയ്യുന്നു, എ കോമ ബി കോമ എ പ്ലസ് ബി ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ 56നോട് വീണ്ടും ഈ 2 കൂട്ടിയ വാല്യൂ ആണ് നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ആർഗ്യുമെൻറ്റ്സ് നൽകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വലിയൊരു ഡാറ്റാബേസ് നമ്മൾക്ക് ഇതിൽ എളുപ്പം അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇത് വളരെ ചെറിയ ഒരു ഡാറ്റ ആയതുകൊണ്ടാണ്. ഇതൊരു വലിയ ഡാറ്റാബേസ് ആണെങ്കിൽ പലപ്പോഴും സോർട്ട് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഇനിഷ്യൽ വാല്യൂ, റേഞ്ച് ഓർ അറേ ഇവ സെറ്റ് ചെയ്യുമ്പോൾ ഈ കൃത്യമായിട്ട് ചെയ്യുക. ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ 0 എന്ന് തുടങ്ങരുത്, പകരം സമ്മിൽ 0 എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റയർ വാല്യൂ നമ്മൾക്ക് സം ചെയ്യാൻ പറ്റും. കാരണം ഇനിഷ്യൽ വാല്യൂ 0 പ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്, പക്ഷേ 0 ഇൻറ്റു വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഈ വ്യത്യാസമാണുള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത ഫംഗ്ഷനായ ബൈ റോ ഫംഗ്ഷൻ വിത്ത് ലാംഡ, ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഈ ബൈ റോ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബൈ കോളം ബൈ റോ ഫങ്ഷനാണ്. എന്ന് വെച്ചാൽ ഒന്നിച്ചുള്ള ഒരു ഡാറ്റാബേസിനെ ബൈ റോ ബൈ കോളം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിലുള്ള എൻ്റയർ വാല്യൂവിന് നമ്മൾ കൊടുക്കുന്ന ഫങ്ഷൻ അപ്ലൈ ചെയ്ത് റിസൾട്ട് തരുന്ന ഒരു ഫങ്ഷനാണ് ബൈ റോ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡാറ്റാബേസ് കാണാം, ഒരു സെയിൽസ് ഡാറ്റ. വെൻഡേഴ്സ് ഉണ്ട്, മന്ത്ലി അവരുടെ സെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ക്രൈറ്റീരിയ ബേസിൽ, ടാർഗറ്റ് ബേസിൽ, അതായത് ഇപ്പോൾ ഈ സെയിൽ 1500 മുകളിൽ എത്ര സെയിൽ നടന്നിട്ടുണ്ട്, ഏതൊക്കെ മാസം നടന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ബൈ റോ വിത്ത് ലാംഡ ഫംഗ്ഷനിലൂടെ നോക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഒരു സം ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ ഒരു എൻ്റയർ റോയുടെ സം ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇവിടെ ഈ സം ഫംഗ്ഷന് നമ്മൾ ആദ്യം ഈക്വൽ ടു ബൈ കോൾ ടാപ്പ് കീ പ്രസ് ചെയ്യുന്നു. നമ്മൾ ഈ അറേ ഏതാണ് അല്ലെങ്കിൽ റേഞ്ച് ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ ഈ ഫുൾ അറേ കൊടുക്കുന്നു, കോമ ലാംഡ അപ്ലൈ ചെയ്യുന്നു. ലാംഡ ടാപ്പ് കീ പ്രസ് ലാംഡ നെയിം 1, ഞാനത് മൈ സം, കോമ അടുത്തത് നമ്മുടെ ഫോർമുല എക്സ്പ്രഷനാണ് കൊടുക്കേണ്ടത്. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, സമ്മാണ് ചെയ്യുന്നത്. സം ബ്രാക്കറ്റ് ഓപ്പൺ മൈ സം ബ്രാക്കറ്റ് ക്ലോസ്ഡ്, നമ്മൾ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അഗെയിൻ ക്ലോസ്ഡ്, എൻ്റർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ എൻ്റയർ കോളത്തിൻ്റെ സം നമ്മൾക്ക് ഈ ഒരൊറ്റ ഫോർമുലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഫംഗ്ഷനിലാണ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് ഇതിൻ്റെ ഒരു സം എന്ന ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ആകെ നമ്മൾ റേഞ്ച് ബൈ കോളത്തിലെ റേഞ്ച് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സം ഫംഗ്ഷനിൽ ബൈ കോളം അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കോളത്തെയും സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ സം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റേഞ്ചായിട്ട് B6 to M10 വരെ കൊടുത്തു. ദെൻ ലാംഡ അപ്ലൈ ചെയ്യുന്നു. ലാംഡയുടെ ഫസ്റ്റ് നെയിമായിട്ട് കൊടുത്ത് മൈ സം കൊടുത്തു. മൈ സം എന്ന് പറയുന്ന ഡാറ്റയിൽ ഏതാണോ ചെയ്യേണ്ടത്, എന്ത് ഫംഗ്ഷനാണോ ചെയ്യേണ്ടത്, ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. സം, പിന്നെ മൈ സം കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ സം വാല്യൂ കിട്ടിയതായിട്ട് കാണാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ടാർഗറ്റ് വാല്യൂ വെച്ചിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ഈക്വൽ ടു ബൈ കോൾ റേഞ്ച്, നേരത്തെ കൊടുത്ത സെയിം റേഞ്ച് ഞാൻ കാണിച്ചു കൊടുക്കുന്നു, കോമ, അടുത്തത് ലാംഡ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാംഡ ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി ലാംഡയുടെ ആദ്യത്തെ ആർഗ്യുമെൻ്റായി നെയിം ചെയ്യുന്നു. ഞാൻ മൈ ടാർഗറ്റ് എന്ന് കൊടുക്കുന്നു, മൈ ടാർ, കോമ. ഇനി ഈ മൈ ടാർ എന്ത് ഫംഗ്ഷൻ ചെയ്താലാണ് നമ്മൾക്ക് റിസൾട്ട് കിട്ടുക? ഞാനിവിടെ കൗണ്ട് ഈഫ് ആണ് എടുക്കുന്നത്. കൗണ്ട് ഈഫിന് റേഞ്ച് കൊടുക്കണം. കൗണ്ട് ഈഫിൻ്റെ റേഞ്ച് ഏതാണ്? മൈ ടാറാണ്. അപ്പോൾ ഞാൻ മൈ ടാർ, കോമ. ഇനി നമ്മളെ ക്രൈറ്റീരിയ വരുന്നത് ഗ്രേറ്റർ ദാൻ ഈ സെല്ല് എന്നുള്ള. അപ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ ഗ്രേറ്റർ ദാൻ എന്ന കണക്ടർ കൊടുക്കുന്നു. കൂടാതെ ആമ്പർസാൻഡ് ഇടുന്നു. ആൻഡ്, അതായത് ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ആൻഡ് ഈ സെല്ല് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ 1, 2, 3 ബ്രാക്കറ്റ് ഓപ്പൺ ആണ്. ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, രണ്ടാമത്തെ ക്ലോസ് ചെയ്തു, മൂന്നാമത്തത് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ടാർഗറ്റ് എല്ലാം 0 ആണ് വന്നത്. കാരണം നമ്മൾ ടാർഗറ്റ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1500 ടാർഗറ്റ് കൊടുക്കുന്നു. ഇവിടെ നോക്കാം, ഓരോ കോളത്തിൻ്റെ നേരെയും ഈ ടാർഗറ്റ് എത്ര തവണ ഈ ടാർഗറ്റ് ക്രോസ് ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. എത്ര തവണ ഈ ടാർഗറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഫസ്റ്റ് നോക്കാം. നമുക്ക് 1500ൻ്റെ മുകളിലാണെങ്കിൽ ഇവിടെ 1850ഉം 1900 ഈ 2 ടാർഗറ്റ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇവിടെ ഈ ഒരു സെല്ലിൽ 1500 ടാർഗറ്റ് ക്രോസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഇങ്ങനെയാണ് ടാർഗറ്റ് ഏതൊക്കെ മാസത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാണണം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് എംപ്ലോയി ലെവലിലേക്ക് കൊണ്ടുവരിക എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ഈക്വൽ ടു ബൈ റോ ബ്രാക്കറ്റ് ഓപ്പൺ. നമുക്ക് ബൈ റോ അറേ ഓർ റേഞ്ച്, നമുക്ക് ഈ റേഞ്ച് കാണിച്ചു കൊടുക്കാം. കോമ, ലാംഡ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാംഡ നെയിം ഞാൻ മൈ റോ എന്ന് കൊടുക്കുന്നു, മൈ റോ, കോമ. ഇനി ഫോർമുല എക്സ്പ്രഷൻ എന്താണ്? നേരത്തെ കൊടുത്ത കൗണ്ട് ഈഫ് ടാബ് പ്രസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ. മൈ റോ കോമ, ഇൻവെർട്ടഡ് കോമ, ഗ്രേറ്റർ ദാൻ, വീണ്ടും ഇൻവെർട്ടഡ് കോമ ക്ലോസ്, ആൻഡ് സെല്ലും ഫോർമുലയെ കണക്ട് ചെയ്യാൻ വേണ്ടി ആൻഡ് B12, അതായത് ഈ ഫോർമുല നമ്മൾ ടാർഗറ്റ് ഫോർമുല B12 ബ്രാക്കറ്റ് ക്ലോസ്. നമ്മൾ 1, 2, 3 ബ്രാക്കറ്റ് ഓപ്പണായി 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എംപ്ലോയി ലെവലിൽ വരുമ്പോൾ നമ്മൾക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. അതായത് ഈ എംപ്ലോയി നെയിം ഇവിടെ എഴുതി കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആൾക്ക് 7 എന്നിങ്ങനെയുള്ള ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഇത് കിട്ടിയത് എങ്ങനെ, ആരാണ് ഈ ഇത്രയും സാധനം കിട്ടിയത് എന്നുള്ളതിന് നമ്മൾക്ക് ഇവിടെ പേര് വരാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ 1400 എന്ന ഈ ഒരു ടാർഗറ്റ് റേഞ്ചിൻ്റെ മുകളിലുള്ള ആൾക്കാർ ആരൊക്കെ എന്ന് പേര് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊരു ഫിൽട്ടർ ഫംഗ്ഷനോട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതിന് ഞാൻ ഈ ഒരു ബൈ റോയ്ക്ക് ഫ്രണ്ടിൽ ഒരു ഫിൽട്ടർ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. ഫിൽട്ടർ ബ്രാക്കറ്റ് ഓപ്പൺ. ഫിൽട്ടറിൻ്റെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ്സ് റേഞ്ച്. ഏത് റേഞ്ചാണ്? ഇതാണ് ഫിൽട്ടർ ചെയ്യേണ്ട റേഞ്ച് കൊടുക്കുന്നു.
കോമ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫങ്ഷൻ ഫിൽട്ടർ ആവുമ്പോൾ നമുക്ക് അതിന് കണ്ടീഷൻസ് ആയിട്ട് ഇത് ഒരു ആർഗ്യുമെൻറ്റിന് ഒരു കണ്ടീഷനായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താക്കണം, അവരുടെ പേരുകൾ കാണിക്കണം എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫിൽട്ടർ ഫംഗ്ഷൻ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ ഒരു 1400-ൻ്റെ മുകളിൽ ഇത്രയും, അതായത് ഹോൾ വെണ്ടേഴ്സും ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1500 ആക്കി നോക്കാം. 1500 ഉണ്ട്, 1600. 1600 ആകുമ്പോൾ 4 ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 4 ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തവരുള്ളൂ. 1700 ഉണ്ട്, 1800. അപ്പോൾ വെറും 3 ആളേ ഉള്ളൂ. ഇതാണ് നമ്മൾക്ക് ബൈ റോ എന്ന ഫംഗ്ഷൻ വഴി ഒരു ഡാറ്റാ ബേസിലെ ഒട്ടുമിക്ക കാര്യങ്ങളെയും നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് റിസൾട്ടാക്കി എടുക്കുന്നത്. ഈ ബൈ കോളം, ബൈ റോ, റെഡ്യൂസ് എന്നീ ഫംഗ്ഷനുകൾ ഞാനിവിടെ വിശദീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.